അള്ളാഹുവിൻ്റെ അദൽ കൊണ്ട് അള്ളാഹു നാളെ വിധിക്കുകയാണെങ്കിൽ അള്ളാഹു നന്മ ചെയ്തവരെ പോലും നരകത്തിലിടാൻ അള്ളാഹുവിൻ്റെ അദൽ കൊണ്ട് അള്ളാഹു കഴിയുമത്രേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാൻ. അവൻ്റെ സൃഷ്ടി എന്ത് വേണമെങ്കിലും അള്ളാഹുവിന് ചെയ്യാം. പക്ഷേ അള്ളാഹു പറഞ്ഞു വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ മറ്റെന്താണ് ഞാൻ കൊടുക്കേണ്ടത്? തിന്മ ചെയ്തവർക്ക് ശിക്ഷയും. എന്നിട്ട് പറഞ്ഞു പടച്ചതമ്പുരാൻ അള്ളാഹുവിൻ്റെ ഫദ്ല്, എൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകുകയാണ്. നമ്മുടെ അമല് കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ കഴിയില്ല. നമ്മുടെ നിസ്കാരം കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ മാത്രമുള്ള മൂല്യമുള്ള നിസ്കാരമാണോ നമ്മുടെ നിസ്കാരം? അള്ളാഹുവിൻ്റെ സ്വർഗം ചോദിക്കാൻ മാത്രം എത്രയാണ് അതിൻ്റെ പ്രൈസ്? ഒരു ചെറിയ വീട് വെക്കാൻ എന്താണ് ചെലവ്? ഒരു വീട് വാങ്ങിക്കാൻ എത്രയാണ് അതിൻ്റെ വില? അള്ളാഹുവിൻ്റെ സ്വർഗലോകം വാങ്ങിക്കാൻ നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കയും നമ്മുടെ സ്വലാത്തും നമ്മുടെ ദിക്റുമെല്ലാം അതിന് പര്യാപ്തമാണോ? ആണോ? അള്ളാഹു തന്നതിന് നന്ദി പറയാൻ പോലും നമ്മളെ കൊണ്ടാവുന്നുണ്ടോ? അതുകൊണ്ട് നാളെ അള്ളാഹു സ്വർഗം നൽകുന്നത് അവൻ്റെ ഔദാര്യത്തിൻ്റെ ബലത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദലിക. പടച്ചവനെ, നിൻ്റെ നീതിയാണ് നീ നടപ്പാക്കുന്നതെങ്കിൽ നിൻ്റെ സ്വർഗത്തോളം ആ സ്വർഗം വാങ്ങിക്കാൻ മാത്രമുള്ള അമല് ഞങ്ങളുടെ കൈകളിലില്ല, ഞങ്ങൾക്ക് സ്വർഗം നഷ്ടമാകും. അതുകൊണ്ട് ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദലിക. പടച്ചവനെ, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളോട് പെരുമാറണം, നിൻ്റെ നീതി കൊണ്ടല്ല. നിൻ്റെ നീതി കൊണ്ടാണെങ്കിൽ ഞങ്ങൾക്കത് കിട്ടുകയില്ല, കാരണം ഞങ്ങളത് അർഹിക്കുന്നില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം ബിഫദ്ലിക, നിൻ്റെ ഔദാര്യം കൊണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു ആർക്കും നാളെ സ്വർഗം ലഭിക്കുകയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ. വലാ അൻത യാ റസൂലല്ലാഹ് ലൻ യദ്ഖുല അഹദുകുമുൽ ജന്നത ബിഅമലി. നിങ്ങളാരും നിങ്ങൾ ചെയ്ത അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളും അങ്ങനെയാണോ? ഖാല നഅം, അതെ ഞാനും അങ്ങനെ, എൻ്റെ അമൽ കൊണ്ടല്ല എനിക്ക് സ്വർഗം ലഭിക്കുക. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ അദിലിൻ്റെ അപ്പുറം അള്ളാഹുവിൻ്റെ ഫദ്ലുണ്ട്. അതിൽ കഴിഞ്ഞാൽ അതിൻ്റെയും മീതയാണ് ഫദ്ല്. ഫദ്ൽ എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അർഹിക്കുന്നതും അർഹിക്കാത്തതും അള്ളാഹു വാരിക്കോരി നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ഫദ്ല്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ആമിൽനാ ബിഫദ്ലിക ലാ ബിഅദ്ലിക. റബ്ബേ, നിൻ്റെ ഫദ്ല് കൊണ്ട് നീ ഞങ്ങളോട് പെരുമാറുകയും നീ ഞങ്ങൾക്ക് സ്വർഗം നൽകുകയും ചെയ്യണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.